ഗായ്സ്, താരനാണോ നിങ്ങളുടെ പ്രശ്നം? താരൻ കാരണം നമുക്കൊന്നും ഇഷ്ടപ്പെട്ട ഒരു ഹെയർ സ്റ്റൈൽ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണോ നിങ്ങൾക്ക്? എനിക്ക് അങ്ങനെയായിരുന്നു. കാര്യം എൻ്റെ താരൻ ഈ തലയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടിയത് ഇവിടേക്ക് ഇങ്ങനെ വിസിബിൾ ആയിട്ട് ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ കാണുമായിരുന്നു. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് ഈ താരനുണ്ട്. ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഉണ്ട് താരൻ. അപ്പം ഞാൻ ഈ അടുത്ത് വരുന്ന ഒരു ലോക്കൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് മേടിച്ചു. അത് നിങ്ങളെ പരിചയപ്പെടുത്താനാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കിടിലൻ റിസൾട്ടാട്ടോ എനിക്ക് തന്നത്. ഞാനിത് യൂസ് ചെയ്തത് ഒന്നരാടാണ്. ഇത് ഇന്ന് ഞാൻ ഈ ഷാമ്പു ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ചെയ്യില്ല. നാളെ തല നനക്കേണ്ട ആവശ്യമില്ല. തല നനക്കണമെങ്കിൽ നനച്ചോ, ഷാമ്പു ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പിറ്റേ ദിവസം ചെയ്യാം. അങ്ങനെ ഒന്നരാടോ ആട്ടോ ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിടിലൻ റിസൾട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പ്രോഡക്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടോ വന്നിട്ടുള്ളത്. പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടെ. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഇനി താരനെന്ന് പറഞ്ഞ് ആരും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത്. എന്തായാലും എനിക്ക് വർക്ക് ആയിട്ടുണ്ടെന്ന് എനിക്ക് എന്തായാലും വർക്കാവും. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.